ശ്രീജിത്ത്, മഹാരാഷ്ട്രയിലെ NDA വളരെ മുന്നിൽ കുതിച്ചു കയറിയതാണ്. ആരെയും ഞെട്ടിച്ചതാണ്. NDA പോലും ഞെട്ടിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നേ വരേക്കും മന്ത്രിസഭാ രൂപീകരണം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ അപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ ചിത്രം ഏത് തരത്തിലാണ്? എന്തായാലും വലിയ പ്രതീക്ഷയോടെയായിരുന്നു BJP മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയത്. അതിനനുസരിച്ച് തന്നെ വലിയ വിജയമുണ്ടായി. BJPക്ക് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആകെ 145 സീറ്റ് നേടിയാൽ അവിടെ ഒരു പാർട്ടിക്ക് ഭരണത്തിലെത്താൻ, ഭൂരിപക്ഷം നേടാൻ. പക്ഷേ BJPക്ക് മാത്രം തന്നെ 132 സീറ്റ് നേടുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJP വെറും 151 149 ഇടയിൽ സീറ്റ് മത്സരിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞത്. ഒരു 20 സീറ്റാണ് അവർ പരാജയപ്പെടുന്നത്. ഒരു വലിയ മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്ത് വെറും 20 സീറ്റ് അടുപ്പിച്ച് മാത്രമാണ് BJP പരാജയപ്പെട്ടെന്ന് പറയുമ്പോൾ തന്നെ വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിനും വലിയ മുന്നേറ്റം അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിവസേനകൾ തമ്മിലുള്ള ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. ഏക്നാഥ് ഷിൻഡെയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. അതിൽ ഏക്നാഥ് ഷിൻഡെയ്ക്ക് വിജയം നേടാൻ കഴിഞ്ഞു. അദ്ദേഹം 57 സീറ്റിലധികം നേടിയിരുന്നു. അതിന് സമാനമായി തന്നെയാണ് NCP, BJPയുടെ ഒപ്പമുള്ള NCPക്കും വലിയ വിജയം നേടാൻ കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാവരും പറഞ്ഞിരുന്നത് ഈ അജിത് പവാർ BJPക്ക് ഒരു തലവേദനയായി മാറുമെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് RSSൻ്റെ നേതാക്കൾ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഇദ്ദേഹം അഴിമതിയുമായെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്. അല്ലാതെ അദ്ദേഹത്തിന് മുൻപും അത്തരത്തിലുള്ള അഴിമതി കേസുകൾ ഉൾപ്പെടെയുള്ളവ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അത്തരത്തിലുള്ള ഒരു നേതാവിനെ BJPയിലേക്ക് കൊണ്ടുവന്നത് ഈ പ്രവർത്തകർക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കാരണം ഈ സാധാരണ പ്രവർത്തകനാണല്ലോ ജനങ്ങൾക്ക് മുന്നിലെത്തി വോട്ട് ചോദിക്കാനുള്ളത്. അപ്പോൾ ഒരു അഴിമതിക്കാരനെ തങ്ങളുടെ പാർട്ടിയിലേക്ക്, സഖ്യത്തിലേക്ക് എടുക്കാൻ കഴിഞ്ഞ സാഹചര്യം എന്തായാലും ചോദ്യം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അത്തരം എല്ലാ വിമർശനങ്ങളും ജനങ്ങൾ തള്ളിക്കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വലിയ വിജയം, 220ലധികം സീറ്റുകളിൽ തന്നെ മഹായുതി സഖ്യം, BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം വിജയിച്ചതിന് പിന്നാലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് 2014 മുതൽ തന്നെ 2019 വരെ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയായിരിക്കും വീണ്ടും മുഖ്യമന്ത്രിയാകുക എന്നായിരുന്നു തുടക്കത്തിൽ നാമെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് തർക്കങ്ങൾ രൂക്ഷമായത്. ഏക്നാഥ് ഷിൻഡെ തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുകയാണ്. ഈ കേന്ദ്രത്തിൻ്റെ BJPയുടെ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഏക്നാഥ് ഷിൻഡെയ്ക്ക് മുന്നിൽ പല ഓഫറുകൾ വച്ചെങ്കിലും അദ്ദേഹം അതിനൊന്നും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഒരാഴ്ചയിലധികം കഴിയുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബലം വന്നതിന്. പക്ഷേ BJP പോലുള്ള ഒരു പാർട്ടിക്ക് ഇപ്പോഴും പ്രതിസന്ധിയാണ് ഉള്ളത്. ഇന്ന് ചേരാനിരുന്ന ഒരു ഇതുണ്ട്, BJPയുടെ MLA-മാരുടെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു യോഗമായിരുന്നു. അത് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും നാളെ രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ BJPയുടെ മുതിർന്ന നേതാവും ജനറൽ സെക്രട്ടറിയുമായ ഭൂപേന്ദ്ര യാദവിൻ്റെ നേതൃത്വത്തിൽ ഇനി നാളെയായിരിക്കും നടക്കുക. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോഴും ചിലപ്പോൾ ഈ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണോ മുഖ്യമന്ത്രി എന്ന് പോലും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഈ വലിയ പ്രതിസന്ധിയെല്ലാം ഉള്ളതിനാൽ തന്നെ BJP അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ, അവസാന ഘട്ടത്തിൽ സർപ്രൈസായിട്ട് പുതിയ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവരുന്ന ഒരു രീതി പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും നാം കണ്ടിട്ടുണ്ട്. ഈ ഉദാഹരണം ഉത്തർപ്രദേശ് തന്നെ യോഗി മുഖ്യമന്ത്രിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുന്ന MP-യും അതോടൊപ്പം തന്നെ അവിടെ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയായിരുന്നു ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായി കൊണ്ടുവരുമെന്നായിരുന്നു നാമെല്ലാം പ്രതീക്ഷിച്ചത്. അവസാന ഘട്ടമായിരുന്നു RSSൻ്റെ ഇടപെടലും കേന്ദ്ര നേതാക്കളുടെ ചില നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായി വരുന്നത്. അതിന് സമാനമായി തന്നെ ഇനി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി ആകാതെ ഏതെങ്കിലും മറ്റൊരു വിഭാഗത്തിൽ നിന്നും ഒരു നേതാവ് മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നു. ദേവേന്ദ്ര ഫട്നാവിസുമായി ബന്ധപ്പെട്ട് ഈ മറാത്ത സംവരണ സമരമുണ്ടല്ലോ, അതിൻ്റെ നേതാക്കൾക്കുൾപ്പെടെ ഈ ദേവേന്ദ്ര ഫട്നാവിസുമായി യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള താല്പര്യക്കുറവുണ്ട്. കാരണം ആ മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ട് അവർ പ്രധാനമായി ലക്ഷ്യം വെച്ചത് ഇദ്ദേഹത്തെയായിരുന്നു, ദേവേന്ദ്ര ഫട്നാവിസാണ്. അദ്ദേഹം അവിടുത്തെ ഒരു ഉന്നത ജാതിക്കാരനായിരുന്നു. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹത്തിനെതിരെയായിരുന്നു അന്ന് ഈ സംവരണ പ്രക്ഷോഭം പ്രധാനമായി ലക്ഷ്യം വെച്ചതും. അതന്ന് തിരിച്ചടിയാകാനുള്ള ആ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ചോർന്നതിനാലാണ്
19 ഒരു തിരഞ്ഞെടുപ്പ്, ആദ്യം 2014 തിരഞ്ഞെടുപ്പ് നടക്കുന്നു, BJP അധികാരത്തിൽ വരുന്നു, തുടർന്ന് 5 വർഷം ഇദ്ദേഹം ഭരിക്കുകയാണ്. പിന്നീട് 2019 വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴായിരുന്നു ചില സീറ്റുകൾ BJP പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് മുതലാക്കിയായിരുന്നു അന്ന് ശിവസേന വിലപേശുകയും പിന്നീട് ശിവസേന, കോൺഗ്രസും NCPയും 3 പാർട്ടികളുമായി ചേർന്ന് മഹാവികാസ് അഘാഡി ഉണ്ടാക്കി ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നെല്ലാം ഈ തിരിച്ചടിക്കുള്ള കാരണം മറാത്ത വോട്ടുകൾ തന്നെ പൂർണ്ണമായി BJPയിലേക്ക് എത്തിക്കുവാൻ എന്തായാലും ദേവേന്ദ്ര ഫഡ്നാവിസ് പരാജയപ്പെട്ടിരുന്നു. മറിച്ച് ഇപ്പോൾ ആ പരാതികളെല്ലാം പരിഹരിക്കാൻ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ പരാജയമാണ് ഉണ്ടായത്. ആകെ BJP നേതൃത്വം നൽകുന്ന ആ സഖ്യം വെറും 17 സീറ്റിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. മറിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് 31 സീറ്റ് നേടുകയുമുണ്ടായി. ആ പരാജയത്തിന് ശേഷമാണ് RSS നേരിട്ടിറങ്ങുകയും ആ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമായാണ് എന്തായാലും ഈ വലിയ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ വലിയ വിജയം സ്വന്തമാക്കിയാലും ഈ അവസാന ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ BJPയെ കൊണ്ട് സാധിക്കുന്നില്ല. വലിയ തർക്കങ്ങളാണ് ആ പാർട്ടിയിൽ നിൽക്കുന്നത്. പ്രധാനമായി തന്നെ ഈ BJP ശിവസേനയും തമ്മിലുള്ള തർക്കമാണ് രൂക്ഷമായിരിക്കുന്നത്. കാരണം ശിവസേന ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ്. കാരണം ഏക്നാഥ് ഷിൻഡെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ചാണ് BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ മുഖ്യമന്ത്രിക്കായിരിക്കുമല്ലേ എല്ലാവരും വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ശിവസേന ആവശ്യപ്പെടുന്നത് തങ്ങൾക്കാണ് ജനങ്ങൾ വോട്ട് നൽകിയത്, തങ്ങളുടെ മുഖ്യമന്ത്രിക്കാണ് വോട്ട് നൽകിയത്, അതിനാൽ തന്നെ തങ്ങൾക്കാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഏക്നാഥ് ഷിൻഡെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചകളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. പല ചർച്ചകളിലും NDA യോഗം ഉൾപ്പെടെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളുമായി ഉള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചകളിൽ നിന്നെല്ലാം പൂർണ്ണമായി തന്നെ അദ്ദേഹം ഒഴിവായി നിൽക്കുകയാണ്. മറിച്ച് ഫഡ്നാവിസ് തന്നെ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ച രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നാളെയാണ് നിർണായകമായ ഒരു BJPയുടെ ഇതിനു മുൻപ് ഇതുപോലുള്ള പല കമ്മിറ്റികളും മീറ്റിങ്ങുകളും അറേഞ്ച് ചെയ്തെങ്കിൽ ഈ തർക്കങ്ങൾ കാരണം അത് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി രാജ്നാഥ് സിംഗ് ഉണ്ടല്ലോ, BJPയുടെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നാളെ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ അറിയാം ഇത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന്. ഒരുപക്ഷെ ഇനി ഈ ദേവേന്ദ്ര ഫഡ്നാവിസ് ആകാനും സാധ്യതയില്ല. ചിലപ്പോൾ മറിച്ച് ഈ മറാത്ത വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഏതെങ്കിലും മുതിർന്ന നേതാവിനെ അവിടെ മുഖ്യമന്ത്രി ചുമതലയെ കൊണ്ടുവരാനുള്ള അധികാര കസേരയിൽ ഇരുത്താനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് RSSന് തുടക്കകാലത്തിൽ അദ്ദേഹം RSSൻ്റെ കേന്ദ്രമുണ്ടായല്ലോ നാഗ്പൂരിൽ നിന്നുള്ള ഒരു നേതാവാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. അവിടെ നിന്നും കൗൺസിലറാവുകയും പിന്നീട് മേയറാവുകയും പിന്നീട് MLA ആവുകയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, പിന്നെ 44-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി, അങ്ങനെ പടിപടിയായിട്ട് വളർന്നു വന്നൊരു നേതാവാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. പക്ഷേ ഈ 2014 ശേഷം അധികാരം കിട്ടിയതിന് ശേഷം അദ്ദേഹം ഈ BJPയുമായി തെറ്റുന്നൊരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ഈ ഇടക്കാലത്താണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ RSSന് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ RSSന് താല്പര്യമില്ല ഈ അജിത് പവാറിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നത്. അദ്ദേഹം ശരത് പവാർ ഒരു അധികായനാണ്. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ ഇദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങളുണ്ട്. ഇതൊന്നും RSSന് തങ്ങളുടെ പാളയത്തിലേക്ക് ഈ നേതാവിനെ എത്തിക്കുന്നതിൽ താല്പര്യക്കുറവുണ്ട്. അത്തരം വലിയ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും ഇവിടെ ശിവസേന അറിയാമല്ലോ, നമ്മൾ ഈ അയോധ്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് RSSനെല്ലാം വലിയ പിന്തുണ നൽകിയ ആ പാർട്ടിക്ക് പോലും ഈ BJPയുമായി തെറ്റുന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയെ പിളർത്തുവാൻ മുൻപിൽ നിന്നതും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലാണ്. പിന്നീട് നാം കണ്ടിരുന്നല്ലോ, ശിവസേനയെ പിളർത്തി ഉദ്ധവ് വിഭാഗത്തെ ഈ തങ്ങളുടെ ചേരിയിലേക്ക് എത്തിച്ചായിരുന്നു അധികാരം പിടിക്കാൻ. പക്ഷേ ഇതും RSSന് താല്പര്യമില്ലായിരുന്നു. ശിവസേനയെ പോലെ ചിലപ്പോൾ BJPയേക്കാൾ തീവ്ര ഹിന്ദുത്വവും അത് പറയുകയും മുംബൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ അത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു പാർട്ടിയാണ് ശിവസേന. പല വർഗീയ കലാപങ്ങളും എടുത്തു നോക്കുമ്പോൾ അതിലൊരു ഭാഗത്ത് ശിവസേനയുടെ പങ്ക് വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു. പല കമ്മീഷൻ ഈ മുംബൈയിൽ ഈ വർഗീയ
കലാപങ്ങളുമായി ബന്ധപ്പെട്ട് പല കമ്മീഷനും ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിലെല്ലാം ശിവസേനയുടെ പങ്ക് വ്യക്തമായിരുന്നു. അത്തരമുള്ളൊരു പാർട്ടിയാണ് ശിവസേന. അത്രത്തോളം ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിക്ക് പിളർത്തുക എന്നത് RSSന് താല്പര്യമില്ല. പക്ഷേ ആ പാർട്ടിയെ പിളർത്തി തങ്ങളുടെ ഭാഗത്തേക്ക് ശിവസേനയുടെ ഒരു കുറച്ച് MLA-മാരെ എത്തിക്കുക എന്നത് ഈ ഫട്നാവിസിൻ്റെ തീരുമാനമായിരുന്നു. അതിനാൽ തന്നെ ഫട്നാവിസുമായി RSS തർക്കത്തിലായിരുന്നു. പിന്നീടായിരുന്നു അതെല്ലാം പറഞ്ഞ് പരിഹരിക്കുകയും ഈ ടൈമിൽ വലിയ വിജയം നേടുകയും ചെയ്തത്. എന്തായാലും ചിലപ്പോൾ അവസാന ഘട്ടം ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വലിയ തർക്കങ്ങൾ രൂക്ഷമായിരിക്കുന്നു. എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ഭാവി നാളെ നടക്കുന്ന ഈ രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്ന ആ യോഗത്തിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനിക്കുക.